നിൽക്കുകയാണ്. ഒരു മാറ്റം വന്നിട്ടെന്ന് മാത്രമല്ല, കൂടുതൽ മോശമായിട്ടുള്ളൂ. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അകത്തുള്ള ആന്തരിക ജനാധിപത്യം, ആ ജനാധിപത്യത്തിന്റെ കുറവാണ് MV രാഘവൻ ഓസ്റ്റ് ചെയ്ത് പുറത്താക്കപ്പെട്ടത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഏകാധിപത്യത്തിനെതിരെയുള്ള രക്തസാക്ഷിയാണ് MV രാഘവൻ. അന്ന് ബദൽ രേഖ അവതരിപ്പിച്ചത് MV രാഘവനാണെങ്കിൽ ആ ബദൽ രേഖ അവതരിപ്പിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഇപ്പോഴും നിൽക്കുന്നു. ഇന്ന് പക്ഷേ ബദൽ രേഖ അവതരിപ്പിക്കുന്നത് VS ആണെന്ന് മാത്രമേ ഉള്ളൂ. MVRനെ പുറത്താക്കി VSനെ പുറത്താക്കാൻ ധൈര്യം കാട്ടിയില്ല. കാരണം പാർട്ടി അത്ര ശക്തമാണ്. അതുകൊണ്ട് VSനെ പുറത്താക്കാൻ ധൈര്യമില്ല. MVRനെ പുറത്താക്കിയ കാലഘട്ടത്തിലെ CPM ആയിരുന്നുവെങ്കിൽ VSനെ നിഷ്കരണം പുറത്താക്കിയിട്ടുണ്ടാവും. പക്ഷേ ഈ ദൗർബല്യത്തിന്റെ പടുകുടിയിലാണ് ആ പാർട്ടി. ആന്തരികമായ മത്സരത്തിന്റെയും കിടമത്സരത്തിന്റെയും താത്വികമായ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പാർട്ടി എത്രമാത്രം പ്രതിസന്ധിയിലെത്താമോ ആ പ്രതിസന്ധിയിൽ നിൽക്കുന്നു എന്നതുകൊണ്ടാണ് VS അച്യുതാനന്ദനെ പുറത്താക്കാൻ നേതൃത്വം ധൈര്യം കാണിക്കാത്തത്. ഞാൻ പറഞ്ഞു വന്നത് MVR തുടങ്ങിയാറിന്റെ കാലഘട്ടത്തിലുണ്ടായ അതേ രാഷ്ട്രീയ ചുറ്റുപാട് ഇപ്പോഴും CPM-ൽ നിലനിൽക്കുന്നു. ലക്ഷ്യം കാണാതെ കരകയറാത്ത MV രാഘവനെ പോലത്തെ ഒരാൾ ആ സാഹചര്യം പുനഃപരിശോധിക്കാൻ CPM തയ്യാറാകാത്തിടത്തോളം കാലം അവരുമായ ഒരു സന്ധിക്ക്, ഒരു ധാരണക്ക്, ഒത്തുപോകാനുള്ള ഒരു ചർച്ചക്ക് തുടക്കം കുറിക്കും എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന, അദ്ദേഹത്തെ ഇന്നലെ വരെ അപമാനിച്ചതിന്റെ പുറത്ത് MV രാഘവനെ അപമാനിക്കുന്നതിന് തുല്യ. MVRന്റെ UDF-ഓട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. സത്യം, അവസാന കാലം അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണം എന്താ? കാരണം പരിയാരം മെഡിക്കൽ കോളേജിനോട് UDF സർക്കാർ കാട്ടിയ തെറ്റായ നടപടിയുണ്ട്. ആ നടപടി തിരുത്തിയില്ല എന്ന് മാത്രമല്ല, ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ നിന്ന് ഗുണ്ടായിസം കൊണ്ട്, കള്ളവോട്ട് കൊണ്ട് പിടിച്ചെടുത്ത ഒരു ബാങ്ക് ഇപ്പോഴും ഉള്ളങ്കയിൽ വെച്ചിരിക്കുന്ന CPM-മായി ആ തെറ്റ് തിരുത്താത്ത UDF സർക്കാരോടുള്ള കടുത്ത പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന MV രാഘവൻ അതിനവസരം ഉണ്ടാക്കി ഉള്ളങ്കയിൽ വെച്ചിരിക്കുന്ന CPM-മായി അടുക്കാൻ പോകും. ഈ തലക്കകത്ത് അന്നം കഴിക്കുന്ന, ഈ അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ അന്നം കഴിക്കുന്നവന്റെ ബുദ്ധിയുള്ള ആർക്കെങ്കിലും അത് അങ്ങനെ കരുതാൻ പറ്റുമോ? ഒരിക്കലും ക്ഷമിക്കാൻ, CPM-നോട് ക്ഷമിക്കാൻ MV രാഘവന്റെ രാഷ്ട്രീയ അനുഭവം വെച്ച് സാധിക്കൂ. ഇതിനെല്ലാം അപ്പുറത്ത് അദ്ദേഹത്തിനെതിരെ CPM നടത്തിയ അദ്ദേഹത്തിനെതിരെ നടത്തിയ നടപടികൾ, വൈകാരിക പ്രശ്നങ്ങൾ, സ്വന്തം ജീവിതം കൊണ്ട് പന്താടിയ എത്ര സാഹചര്യങ്ങൾ ആർക്കാ CPM-ഓട് സന്ധിക്കാൻ സാധിക്കുക? അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ, നിങ്ങൾക്ക് പത്രക്കാർക്ക് ഒരുപക്ഷെ എല്ലാവരും മനസ്സിലുണ്ടാകുന്നില്ല. പുതിയ തലമുറയിലെ പത്രപ്രവർത്തകന്മാരുണ്ട്. ഈ കണ്ണൂരിൽ നടന്നിരിക്കുന്ന ഒരു തീക്കരലായിരുന്നു. 987 മുതൽ MV രാഘവൻ കണ്ണൂർ ജില്ലയിൽ കേരള രാഷ്ട്രീയ രംഗത്ത് ഈ CPM-നെ കൊണ്ട് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രതിസന്ധിയുടെ ആഴമെത്ര? കേരളത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഇതുപോലെ വേട്ടയാടപ്പെട്ടിട്ടുണ്ടോ? ശാരീരികമായി, മാനസികമായി, കുടുംബപരമായി, രാഷ്ട്രീയമായി, സാമ്പത്തികമായി ഏത് തലത്തിലാ CPM ഈ 87 മുതൽ ഇദ്ദേഹം ഈ കിടക്കയിൽ ശരശയ്യ പോലെ കിടക്കയിൽ കിടക്കുന്നത് വരെ അദ്ദേഹത്തെ വേട്ടയാടാതിരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? 987 AKG ഇലക്ഷനോടനുബന്ധിച്ച് തുടങ്ങിയതാ കുഴപ്പം. അന്ന് എത്ര പത്രക്കാരുണ്ടെന്ന് എനിക്കറിയില്ല. കുറഞ്ഞ ആളുകളൊക്കെ ഇതിനകത്തുണ്ട്. മോഹൻ എന്നേ ഉണ്ട്. മോഹൻ എടുത്തൊരു ഫോട്ടോ ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഭദ്രമായിട്ട് ഭംഗിയായിട്ട്. ഞാൻ കാണിക്കാതെ ആ ഇലക്ഷൻ്റെ അകത്ത് കള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി MV രാഘവന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്ന ബാലൻ മാഷ് സ്ഥാനാർത്ഥിയാണ്. ആ ബാലൻ മാഷ ഭാര്യയുടെ വോട്ട് ബാലൻ മാഷ മുമ്പ് ചെയ്യുമ്പോൾ ബാലൻ മാഷ് വിളിച്ചു പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ വോട്ടാണ്. വോട്ട് ചെയ്യാൻ വന്ന സ്ത്രീ കൂസാതെ, ഒരു കൂസലുമില്ലാതെ ബാലൻ മാഷോട് ചോദിച്ചു, ഞാൻ തന്നെയല്ലേ മാഷേ നിങ്ങളുടെ ഭാര്യ? അത്ര കുപ്രസിദ്ധമായ ജനാധിപത്യം നടത്തി
AKG ആശുപത്രി പിടിച്ചെടുത്ത് MP രാഘവനെ ആ ഇലക്ഷൻ സ്കൂളിന്റെ അകത്ത് ബൂത്തിലിട്ട് അടിച്ച് അദ്ദേഹത്തെ പുറത്ത് വലിച്ചിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ചെരുപ്പ് മാലയിട്ട് അദ്ദേഹത്തെ ആനയിച്ച് തെക്കി ബസാറിലൂടെ ഒരു 100 ചില്ലാനം CPM DYFIക്കാർ ചെരുപ്പ് കൊണ്ട് അടിച്ചും ചെരുപ്പ് മാലയിട്ടും MP രാഘവനെ നടത്തിച്ച നഗരമാണ് കണ്ണൂർ. ആ MP രാഘവന്റെ മനസ്സ് CPMുമായി ഒരുമിച്ച് പോകാൻ പാകപ്പെടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അത് 87-ൽ. എന്നിട്ട് ഈ കള്ള വോട്ടിന്റെ കോപ്പി കള്ള ID കാർഡിന്റെ കോപ്പി നിയമസഭയിൽ അന്ന് നായനാരാണെന്ന് ഓർമ്മ നായനാർ ഭരിക്കുന്നു. TK രാമകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി. TK രാമകൃഷ്ണന്റെ കയ്യിൽ MP രാഘവൻ നിയമസഭക്കകത്ത് വെച്ച് ഈ കാർഡ് കൊടുക്കുമ്പോൾ മഹാനായ കമ്മ്യൂണിസ്റ്റ് ഒരു വ്യക്തി പ്രസ്ഥാനമായതായ MVR എന്നൊക്കെ ഇന്നലെ പ്രസംഗിച്ചില്ലേ കോടിയേരി. ആ കോടിയേരി ബാലകൃഷ്ണനും ഗോപി കോട്ടമുറിക്കലും മുണ്ടും മാണിക്കെട്ട് MVR ചവിട്ടി നിയമസഭയിലിട്ട് ചവിട്ടി ഉരുട്ടി ഒരാഴ്ചക്കാലം യൂറിൻ പോകാതെ ആശുപത്രി കിടന്ന MVR. അതൊക്കെ കേരളത്തിലെ നിയമസഭാ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളാണ്. എന്നിട്ട് നാണമില്ലാതെ പറയാ MVR ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നു. അതിനുശേഷം നടന്ന AKG ബാങ്ക് ഇലക്ഷൻ 93 MVR പിടിച്ചെടുത്തു. അന്ന് 60 സഹകരണ സ്ഥാപനങ്ങളായി കണ്ണൂർ ജില്ലയിൽ അടിച്ചു പൊളിച്ച് തകർത്ത് കൊള്ളയടിച്ചു. 60 സഹകരണ സ്ഥാപനങ്ങൾ, 100 കണക്കിന് CMP കോൺഗ്രസ് ലീഗിന്റെ RT ഓഫീസുകൾ, പൊതു റോഡിലുള്ള മുഴുവൻ സ്തൂപങ്ങളും കൊടിമരങ്ങളും അടിച്ചു പൊളിച്ചു തകർത്തു. MP രാഘവന്റെ സ്റ്റേറ്റ് പാർക്ക് ലോക മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച മിണ്ടാ പ്രാണികളോട് കാണിച്ച കടുത്ത ക്രൂരത സ്നേക്ക് പാർക്ക് അടിച്ച് തകർക്കുക വഴി, വെട്ടി നുറുക്കുക വഴി, തീയിടുക വഴി ലോകം മുഴുവൻ എത്രയോ ലോകത്തിൽ നാൾ വന്നു സ്നേക്ക് പാർക്ക് കണ്ടിട്ട് പോയിട്ടുണ്ട്. സിംഹവാലൻ കുരങ്ങിന്റെ കാലുകൊത്തി ആ സിംഹവാലൻ കുരങ്ങ് തുള്ളുമ്പോ തുള്ളട രാഘവ എന്ന് പറഞ്ഞ് ക്രൂര വിനോദം ആസ്വദിച്ച കണ്ണൂരിലെ CPMോട് സന്ധി ചെയ്യാൻ MP രാഘവൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന് സാധിക്കുമെന്ന് പറയുന്നവന് ഭ്രാന്ത് മുഴുഭ്രാന്ത്. അന്ന് ആശുപത്രി ഇന്നത്തെ നമ്മളെ പറശ്ശിനിക്കടവ് ആയുർവേദ ആശുപത്രി അന്ന് അടിച്ച് തകർത്തു. അജീറിന്റെ ഉമ്മ അന്ന് അവിടെ പേഷ്യന്റ് ആയിരുന്നു. ആ അടിച്ച് തകർക്കലിന്റെ ഷോക്കിലാ അജീറിന്റെ ഉമ്മ മരിച്ചത് ആശുപത്രിയിൽ നിന്ന്. അത് കഴിഞ്ഞ കൂത്തുപറമ്പിലെ വെടിവെപ്പ്, അത് നിങ്ങളെയൊക്കെ മനസ്സിലിപ്പോൾ ഉണ്ടാവും. കൂത്തുപറമ്പിലെ വെടിവെപ്പ് എന്തിനാ വെടിവെച്ചിന്? അന്ന് വെടിവെച്ചിരുന്നില്ലെങ്കിൽ MP രാഘവൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഒരു പേപ്പട്ടിയെ എറിഞ്ഞു കൊല്ലും പോലെ കൊല്ലപ്പെടുമായിരുന്നു കൂത്തുപറമ്പിൽ.